കാര്യമില്ല, അറിയിടത്തി അങ്ങനെ ഇട്ടിട്ട് അങ്ങ് പിടിച്ചു കെട്ടണം. എന്നിട്ട് ഇവനെ കൊണ്ട് അങ്ങ് പറയിപ്പിക്കണം. അവർ കാക്കാനൊന്നും കൂടിയിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ റിയാസൊന്നും ഒരു കാര്യമില്ല. റിയാസ് ഈ കാണിക്കണേൻ്റെ സത്യം പറയണം. റിയാസ് പെറ്റുകളെയും മക്കളെയും കളഞ്ഞ് ഇങ്ങനെ കൂട്ടണമെങ്കിൽ അവനെ എത്ര ഉള്ളവനായിരിക്കണം? നല്ലവനാണോ? ഇയാക്കടെ മകള് നല്ലതാണോ? നമുക്ക് പിന്നെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ആരും ഒന്നും ഉണ്ടായിരിക്കണം. അല്ല പറയാനൊക്കെ ഉണ്ട്. അത്രയും പഴച്ച കുടുംബം ഉണ്ടോ അധികാരിക്ക് ഇങ്ങോട്ടത്തെ? അത്രയും പിഴ നമുക്കുണ്ടോ? ഇവന് പോലീസിനെ പിടിക്കാനോ ഇവരുടെ കുടുംബത്തിൽ നിന്ന് വേണ്ട ആദ്യം പിടിക്കാൻ. മൃഗത്തി മക്കളെ കളഞ്ഞാ ഇവൻ മന്ത്രിയാണോ? അറിയാ രോഗം പിടിക്കാൻ നടക്കണേ പെണ്ണുങ്ങളെ എടുക്കാൻ. അപ്പൊ ഇവൻ കാണുന്ന പെണ്ണുങ്ങളെ കെട്ടൂലേ സ്വത്തുണ്ടെങ്കിൽ. അപ്പൊ ഇനിയൊരു മുഖ്യമന്ത്രി അയാളുടെ മകളുടെ കൂടെ കൂടിയില്ലേ? ഇപ്പൊ ഈ പിണറായിയുടെ മകടെ കൂടി ഇനി ജയിച്ചു തന്നെ മന്ത്രിക്ക് ഒരു പെണ്ണുണ്ട്. ഇവൻ അവിടെയും പോയല്ലേ? പോവുകയല്ലേ? ഏത് മന്ത്രിയായാലും വൃത്തികേട് തന്നെ കോടതി ചെലുത്താൻ പറയാ. ശരിയല്ലേ? അടുത്ത മുഖ്യമന്ത്രിയാവുന്ന പറയുന്നത്. അതാ പറഞ്ഞ. ഇനി ആയില്ലെങ്കിലും വേറൊരു മുഖ്യമന്ത്രി ഉണ്ടായാൽ ഇവൻ ഈ പെണ്ണെ കളയും. ആ മുഖ്യമന്ത്രിയുടെ മകളെ ആദ്യം കെട്ടിയതാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കെട്ട അവന് പ്രശ്നമല്ല. അവന് മുഖ്യമന്ത്രിമാരുടെ പെണ്ണുങ്ങളെ വേണം. ഇതാണ് മുഖ്യമായ കാര്യം. ഇതൊന്നും ഉണ്ടായി എന്നാ കാട്ടിയത്. അപ്പൊ അതാ പറഞ്ഞ ഒരു ഞണ്ട് പറഞ്ഞു അമ്മയോട് മകൾ പറഞ്ഞു, അമ്മേൻ്റെ അമ്മയും ചെന്നി നടക്കണേ. അമ്മയൊന്നും അറിഞ്ഞേ വ്യത്യാസം വല്ലതും വന്നു. അമ്മയും മകളും ഒരേ വലിയ എന്താണ്. ഞാൻ ഈ വീഡിയോ ചിരിച്ചുകൊണ്ടാണ് കണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. ഇവരുടെ വിചാരം ഇവരുടെ വീട്ടിൽ നടക്കുന്നതാണ് നാട്ടിലെല്ലായിടത്തും നടക്കുന്നത് എന്നാണ്. അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ പ്രായമായി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അത്തരം ആളുകളെ ഒന്നും ഈ മാധ്യമങ്ങൾ പോയിട്ട് അവർ ഈ മാനസിക വിഭ്രാന്തി മൂലം വിളിച്ചു പറയുന്ന കാര്യങ്ങളൊക്കെ ക്യാമറയിൽ ഒപ്പിയെടുത്ത് നാട്ടുകാരെ കാണിക്കാറൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പിണറായിക്കെതിരെ ആരെന്ത് പറഞ്ഞാലും അത് ആഘോഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അത്തരം ആളുകൾ വലിയ ആഘോഷത്തോടു കൂടി കൊണ്ടു നടന്ന ആളാണ് ഇതുപോലെ തെമ്മാടിത്തം വിളിച്ചു പറയുന്നത്. എന്ത് നെറികേടാണ് അവർ വിളിച്ചു പറയുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങൾ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതുപോലെ നെറികേട് വിളിച്ചു പറയുമ്പോൾ കേരളത്തിലൊരു മാലിന്യ ചാനൽ കൊണ്ട് നടക്കുന്ന ഒരു ക്രൈം നന്ദകുമാർ അവിടെ ഇരുന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തകനാണെന്നാ പറയാ. ഈ നാറി കൊടുത്ത കള്ളവാർത്തകളുടെ കാരണത്താൽ ഇവിടെ ജയിലിൽ പോയപ്പോൾ കേസിൽ പെട്ടപ്പോഴൊക്കെ അയാൾക്ക് പിന്തുണ കൊടുക്കുകയായിരുന്നു ഇവിടുത്തെ BJP-ക്കാരും UDF-കാരും ഒക്കെ. ഇതുപോലെ നെറികേടാണ് ഈ ചങ്ങായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായിക്കെതിരെ എന്ത് കിട്ടിയാലും അത് വലിയ ആഘോഷത്തോടു കൂടി കൊണ്ടു നടക്കുക. അതാണ് ഇവരുടെ ഒരു സ്വഭാവം. എന്ത് തോന്നിയാസം പറഞ്ഞാൽ ഇവിടെ PM മുഹമ്മദ് റിയാസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കേരളത്തിലൊരു മന്ത്രിയെ കുറിച്ചാണ് ഇതുപോലെ വൃത്തികേട് പറയുന്നത്. അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പോലെയാണ് എല്ലായിടത്തും നടക്കുക എന്നാണ് അവരുടെ വിചാരം. അതുപോലെയാണ് പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? തീ തുപ്പുന്ന വാക്കുകൾ എന്നായിരുന്നില്ലേ? കേൾക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഈ തീ തുപ്പുന്ന വാക്കുകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇവിടെ പഴയ പ്രതിപക്ഷ നേതാവ് പൈസയൊക്കെ കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 10-18 മാസക്കാലം പെൻഷൻ മുടങ്ങിയപ്പോൾ ഇവർക്കാർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്നൊരു കോടതിയും പറഞ്ഞിട്ട് ഇവിടെ പൈസയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആളുകളെ നടത്തിക്കുകയായിരുന്നു. പഞ്ചായത്ത് ഓഫീസിക്ക്, വില്ലേജ് ഓഫീസിക്ക്, ബാങ്കിക്ക് ഇങ്ങനെ നടത്തിക്കുകയായിരുന്നു. 600 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു UDF-ന്റെ കാലത്ത്. അന്നൊന്നും ഒരു രമേശ് ചെന്നിത്തലയും പോയിട്ട് ആർക്കും പെൻഷനൊന്നും കൊണ്ടു കൊടുത്തിട്ടില്ല. പെൻഷൻ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സംവിധാനം പിണറായി സർക്കാരിന്റെ കാലത്താണ് തുടങ്ങിയത്. അത് കൃത്യമായി തന്നെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വലിയ അവഗണന കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കേരളം നേരിടുന്നു. എല്ലാ അർത്ഥത്തിലും നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ ഒക്കെ നിർത്തിവെക്കണമെന്നാണ് നിർമ്മല സീതാരാമൻ ഇന്ന് പറഞ്ഞത്. എല്ലാ അർത്ഥത്തിലും നമ്മളെ ബുദ്ധിമുട്ടിക്കല്ലേ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെറിയ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും കൃത്യമായി പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത് 600 ഉള്ളത് 1600 ഇപ്പൊ കൊടുക്കുന്നതെന്ന് ആലോചിക്കണം. അന്ന് കൊടുത്തതിനേക്കാൾ ഇരട്ടി ആളുകൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, രമേശ് ചെന്നിത്തല സാറ്
കൊണ്ടുകൊടുത്ത് 1600 വാങ്ങിയിട്ട് വൈകുന്നേരം BJP വേദിയിൽ പോയിട്ട് പിണറായിനെ തെറി പറഞ്ഞു ഇല്ലേ? പാരമ്പര്യ കോൺഗ്രസ്സുകാരിയാന്ന് പറയാ, പിന്നെ BJPയുടെ എല്ലാവരും കൊണ്ടടക്കാണ്. ഈ പിണറായിക്കെതിരെ പറയുന്നു എന്നുള്ളത് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ലീഗാരും ഇത് ആഘോഷാക്കുകയാണ്. എന്തായാലും പണ്ടൊക്കെ പടച്ചോൻ പിന്നെ എന്നായിരുന്നു, ഇപ്പൊ അപ്പപ്പോ പണി കൊടുക്കുകയാണ്. നിങ്ങൾ പിണറായി വിജയനെ മോശക്കാരനാക്കാൻ വേണ്ടി പിണറായിക്കെതിരെ നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ധൈര്യമൊന്നുമില്ല ഇവന്മാർക്ക്. VD സതീശനും K സുധാകരനും ഇവിടുത്തെ പിന്നെ ലീഗിന്റെയും BJPയുടെയും നേതാക്കന്മാർക്ക്. കാരണം അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളുമായി നാടിനെ കരുത്തോടെ മുന്നോട്ട് നയിക്കുകയാണ്. വർഗീയവാദികൾക്ക് ഒരിടവും കൊടുക്കാതെ ഈ നാടിനെ കരുത്തോടെ മുന്നോട്ട് നയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ഈ നാടിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവാണ്. അപ്പൊ നേരിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതുപോലെയുള്ള പരിപാടി എടുക്കുകയാണ്. മറിയക്കുട്ടിമാരെ ഇറക്കിയിട്ട് കണകൊണ കോൺഗ്രസിന്റെ ഐഡിയ അതൊക്കെ പൊളിഞ്ഞു പോവാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇതുപോലെ നെറികേട് പറയുന്നവരെയാണ് നിങ്ങൾ പിണറായിക്കെതിരെ യുദ്ധം ചെയ്യാൻ പറഞ്ഞു വിടുന്നത്. കൊള്ളാം. എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.